ഹലോ മച്ചന്മാരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. ആരാധകർക്കോ പ്രൊഡക്ഷൻ കമ്പനിക്കോ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റിലീസ് തീയതി ഒന്ന് മാറ്റി. പ്രതീക്ഷകളൊന്നുമില്ല, ചിലപ്പോൾ മമ്മൂട്ടിയാണല്ലോ, അതുകൊണ്ട് നല്ല ഒരു സിനിമ കിട്ടും, കൂടി വന്നാൽ 5-10 കോടി ലഭിക്കും. പക്ഷേ കാര്യങ്ങൾ മാറുന്നത് കളങ്കാവൽ കാണിച്ചു തന്നു. ഇന്ന് കളങ്കാവൽ നമ്പർ 1 ആയിരിക്കുകയാണ്. അതെ, 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം. 20 ദിനങ്ങൾ പിന്നിടുകയാണ്. 20-ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനാണ് വരുന്നത്. വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയോ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ കാര്യമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്: മികച്ച പ്രകടനമുള്ള മമ്മൂട്ടി ചിത്രം. ഇതുവരെ മമ്മൂട്ടിയിൽ നിന്നും മാത്രമല്ല, മലയാള സിനിമയിലെ ഒരു നടനിൽ നിന്നും ലഭിക്കാത്തത്ര ഗംഭീര പെർഫോമൻസ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത അതുമാത്രമായിരുന്നു. ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 85 കോടി കടക്കുകയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കണക്കുകൾ നമുക്ക് കാണുമ്പോൾ 82 കോടി കഴിഞ്ഞു എന്നുള്ളത് അവർ ഒഫീഷ്യലായി തന്നെ എല്ലാവരും സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് മമ്മൂട്ടി സിനിമയ്ക്ക് ഇങ്ങനെ ലഭിക്കുന്നത്. ഇന്ന് ഈ ഒരു സിനിമ നമ്പർ 1 ആകുന്നത് ഓവർസീസിലെ സിനിമയുടെ കളക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ഓവർസീസിൽ നിന്ന് സിനിമ ഇപ്പോൾ 39.5 കോടിയൊക്കെ മുകളിലെത്തിയിട്ടുണ്ട്. അതായത് ട്രാക്കേഴ്സ് 18 ദിനത്തെ കളക്ഷൻ മാത്രം പുറത്തുവിടുമ്പോൾ $4.4 മില്യൺ സിനിമയ്ക്കായി നേടിയിരിക്കുന്നത്. അതായത് 39.25 ലക്ഷം രൂപയോളം. ഇന്നലെ സമദ്, അതായത് ട്രൂത്ത് ഗ്ലോബലിൻ്റെ ഓണർ, അദ്ദേഹം പുറത്തുവിട്ട കണക്കുകൾ GCCയിൽ നിന്ന് മാത്രം സിനിമ $3.5 മില്യൺ നേടി 18 ദിനങ്ങൾ കൊണ്ട്. ഇതിനു മുമ്പുള്ള മമ്മൂട്ടി ചിത്രങ്ങളിൽ ആദ്യം നിന്നിരുന്നത് ഭീഷ്മപർവമായിരുന്നു. അതായത് വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഓവർസീസിൽ നിന്ന് മാത്രം നേടിയിരുന്നത് അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പറഞ്ഞ പോലെ 38 കോടിയോളമായിരുന്നു. അതിനു മുമ്പ് മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം, അതായത് കളങ്കാവലിൻ്റെ തൊട്ട് മുമ്പുള്ളത് കണ്ണൂർ സ്ക്വാഡിന് 36 കോടിയോളമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. ഇന്ന് മമ്മൂട്ടി സിനിമകളുടെ എല്ലാ കളക്ഷനും തൂക്കിയെറിഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 40 കോടി നേടുന്ന ആദ്യത്തെ മമ്മൂട്ടി ചിത്രമാകുന്നു. ഇതുമാത്രമല്ല, 40 അല്ല, അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളതും നമ്മൾ ഉറപ്പിക്കുകയാണ്. ജനുവരി 26 വരെ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുക തന്നെയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും സിനിമ ഇന്നോ നാളെയോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് 80 കോടി അല്ലെങ്കിൽ 85 കോടിയുടെ ആ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വരുന്നതായിട്ട്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും കാണുന്ന ഓരോ പ്രേക്ഷകനും അത് ഒരു വിസ്മയമായി തന്നെ മാറുകയാണ്. മമ്മൂട്ടി പെർഫോമൻസ് തന്നെ ആദ്യ രംഗത്തിൽ തന്നെ നമ്മളുടെ തല ചുറ്റിക്കുന്ന പ്രകടനം മമ്മൂട്ടി അതിലെടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. സിനിമ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഒന്നുമില്ലാതെ പോരുകയല്ല, ഒരുപാട് ചിന്തകൾ മറ്റുമായി നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങുന്നു. ഒരു കാലഘട്ടത്തിൽ സിനിമ കാണുമ്പോൾ ആ കഥാപാത്രം, പണ്ടൊക്കെ സിനിമ കാണുക എന്ന രാജാവിൻ്റെ മകനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങുമ്പോൾ ഓരോ മനുഷ്യൻ്റെ മുഖത്തും ബോഡിയിലും ആ ഒരു കഥാപാത്രത്തെ നമ്മൾ കാണാറുണ്ട്. വീണ്ടും സ്റ്റാൻലി ദാസ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അറിയാതെ ആ ഒരു ക്യാരക്ടർ നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നു. ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ ഒരു മനുഷ്യന്? ഒരു നായകന് വില്ലനാകുമ്പോൾ ഇത്ര ഗംഭീരമാക്കാൻ കഴിയുമോ? ഒരു നടന് ഇത്രത്തോളം മികച്ച രീതിയിൽ, അതും 450ഓളം ചിത്രങ്ങൾ അഭിനയിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞൊരു നടന് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം.